നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അസഹനീയമായ എരിച്ചിൽ, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക, അടിവയറ്റിലെ വേദന, മൂത്രപ്പഴുപ്പ് അഥവാ UTI അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതൊരു ചെറിയ അസ്വസ്ഥതയല്ലെന്ന്. പലപ്പോഴും ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു കുറയുമെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും വരുന്നുണ്ടോ? ശരീരത്തിലെ ചൂട് ശമിപ്പിച്ചും മൂത്രനാളിയിലെ അണുബാധയെ സ്വാഭാവികമായി അകറ്റിയും എങ്ങനെ UTIയെ എന്നേക്കുമായി തടയാമെന്ന് ഈ 5 മിനിറ്റ് വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ മൂത്രസംബന്ധമായ പ്രശ്നങ്ങളെ മൂത്രകൃച്ഛ്രം എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ പിത്തദോഷം വർദ്ധിക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പിത്തം മൂത്രനാളിയിൽ ചൂടും വീക്കവും ഉണ്ടാക്കുന്നു. പ്രധാന കാരണങ്ങൾ: കുറഞ്ഞ ജലപാനം, ദിവസം ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത്, മൂത്രം പിടിച്ചുവെക്കുക, ജോലി തിരക്കിനിടയിൽ മൂത്രമൊഴിക്കാതെ പിടിച്ചുവെക്കുന്ന ശീലം അണുബാധയ്ക്ക് കാരണമാകുന്നു, അമിതമായ ചൂട്, എരിവ്, പുളി, മസാലകൾ എന്നിവയുടെ അമിത ഉപയോഗം, വ്യക്തിശുചിത്വം, ശ്രദ്ധക്കുറവ് മൂലം ബാക്ടീരിയൽ അണുബാധയുണ്ടാകാം. UTIയിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന വഴികൾ: ഞെരിഞ്ഞിൽ. മൂത്രനാളിയിലെ അണുബാധ മാറ്റാൻ ആയുർവേദത്തിൽ ഏറ്റവും മികച്ച ഔഷധമാണ് ഞെരിഞ്ഞിൽ. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് എരിച്ചിൽ മാറാൻ അത്ഭുതകരമായി സഹായിക്കും. നന്നാരി സർബത്ത്. ശരീരത്തിലെ പിത്തം കുറയ്ക്കാനും മൂത്രനാളിയിലെ ചൂട് മാറ്റാനും നന്നാരി സർബത്ത് കൃത്രിമ മധുരം ഒഴിവാക്കിയത് ഉത്തമമാണ്. മല്ലിവെള്ളം. 2 ടീസ്പൂൺ മല്ലി തലേദിവസം വെള്ളത്തിൽ കുതിർത്തുവെച്ച് പിറ്റേന്ന് ആ വെള്ളം അരിച്ചെടുത്തു കുടിക്കുന്നത് മൂത്രത്തിലെ അണുബാധ കുറയ്ക്കും. ഇളനീർ. ദിവസവും ഒരു ഇളനീർ കുടിക്കുന്നത് മൂത്രത്തിന്റെ ആസിഡ് അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കൂ. മരുന്നിനേക്കാൾ പ്രധാനം ശീലങ്ങളാണ്. വെള്ളം കുടിക്കുക. ദിവസം കുറഞ്ഞത് 3-4 ലിറ്റർ വെള്ളം കുടിക്കുക. ഒഴിവാക്കുക എരിവ്, പുളി, മസാലകൾ, കാപ്പി, മദ്യം എന്നിവ അണുബാധ മാറും വരെ പൂർണ്ണമായും ഒഴിവാക്കുക. ഹൈജീൻ. ശുചിത്വം ഉറപ്പുവരുത്തുക. മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ഒരിക്കലും പിടിച്ചുവെക്കരുത്. തൈര്. പച്ച തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ബാക്ടീരിയകളെ നിലനിർത്താൻ സഹായിക്കും. ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം നൽകുക എന്നതാണ് മൂത്രപ്പഴുപ്പ് തടയാനുള്ള ഏറ്റവും വലിയ വഴി. ശ്രദ്ധിക്കുക: മൂത്രത്തിലൂടെ രക്തം പോവുകയോ അമിതമായ പനിയോ നടുവേദനയോ അനുഭവപ്പെടുകയോ ചെയ്താൽ ഇത് വൃക്കയെ ബാധിച്ചേക്കാം, പൈലോനെഫ്രൈറ്റിസ്. അങ്ങനെയുള്ളവർ സ്വയം ചികിത്സ നിൽക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.